ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഡാർക്ക് സൈക്കോളജി, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന മനഃശാസ്ത്ര രഹസ്യം. നമ്മുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും സമാധാനവും തേടാത്തവർ ആരുമില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകുന്നു. കാരണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചില അദൃശ്യ ശക്തികൾ നമുക്ക് അറിയാത്തതാണ്. ഇവിടെയാണ് ഡാർക്ക് സൈക്കോളജി എന്ന ആശയം പ്രസക്തമാകുന്നത്. ഡാർക്ക് എന്നതൊരു പ്രത്യേക മനഃശാസ്ത്ര സമീപനമാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും എങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സിനെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു വലിയ ലക്ഷ്യം നിശ്ചയിക്കുന്നു, കുറച്ച് ദിവസങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ പിന്നീട് മടുപ്പ്, ഭയം, സംശയം എന്നിവ കടന്നു വരുന്നു. എനിക്കിത് സാധിക്കുമോ എന്ന ചോദ്യം മനസ്സിൽ ഉയരുന്നു. അങ്ങനെ സ്വപ്നങ്ങൾ പതിയെ മങ്ങിപ്പോകുന്നു. ഡാർക്ക് സൈക്കോളജി പറയുന്നത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് പുറം ലോകമല്ല, പലപ്പോഴും നമ്മുടെ സ്വന്തം ചിന്തകളാണ് എന്നതാണ്. നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മൾ അധിക ശക്തി നൽകുമ്പോൾ അവ നമ്മുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങും. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. നമ്മുടെ മനസ്സ് മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഓരോ ദിവസവും ചെറിയ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുന്നു. പ്രവർത്തനം മെച്ചപ്പെടുമ്പോൾ ഫലങ്ങൾ മാറുന്നു. ഡാർക്ക് സൈക്കോളജി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന സത്യം കൂടിയാണ്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ആ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും. ഒരു കൊടുങ്കാറ്റിനെ നമുക്ക് തടയാൻ കഴിയില്ല. എന്നാൽ അതിനെ നേരിടാൻ ഒരു ശക്തമായ കപ്പൽ നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ ശക്തമായ ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. വിജയികളെയും പരാജിതരെയും വേർതിരിക്കുന്നത് പലപ്പോഴും അവരുടെ സാഹചര്യങ്ങളല്ല, അവരുടെ മനോഭാവമാണ്. വിജയികൾ പരാജയത്തെ ഒരു അവസാനമായി കാണുന്നില്ല, അവർ അതിനെ ഒരു പാഠമായി കാണുന്നു. അവർ വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുന്നു. അവർ ഭയപ്പെടുമ്പോഴും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുക. അവ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുകയാണോ? ഓർമ്മിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ നിങ്ങളുടെ ചിന്തകളുടെ
ഗുണമേന്മയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ഭാവിയെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ ഇന്ന് ഒരു തീരുമാനമെടുക്കൂ. ഭയത്തേക്കാൾ ധൈര്യത്തെ തിരഞ്ഞെടുക്കൂ. സംശയത്തേക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കൂ. നിഷേധാത്മകതയേക്കാൾ പ്രതീക്ഷയെ തിരഞ്ഞെടുക്കൂ. കാരണം ജീവിതം മാറുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല, നിങ്ങളുടെ മനസ്സ് മാറുമ്പോഴാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.